സാർ, SP അദ്ദേഹം വിളിക്കുന്നുണ്ട്. ദാ അവിടെ. സാർ, ഈ സുകുമാരൻ നായർക്ക് ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു? അത് എനിക്കറിയില്ല സാർ. അയാളുടെ ആത്മഹത്യക്കുറിപ്പിലെ കാര്യങ്ങൾ ബാങ്ക് മാനേജർ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സാറേ, ഈ പ്രദേശത്ത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കടബാധ്യത മൂലമുള്ള 12ാമത്തെ ആത്മഹത്യയാണിത്. കേരളത്തിൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഇതുപോലെ 4000 എണ്ണമാ കഴിഞ്ഞത്. ഓ, ടെറിബിൾ. എനിക്ക് അയാളുടെ ഭാര്യയോടും സംസാരിക്കണം. ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് ഇറ്റ്. താനും വാ. സാർ, അമ്മേ, വെറുതെ ആശ്വാസവാക്കുകൾ പറയുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. വെൽഫെയർ ഫണ്ടിൽ നിന്നൊരു തുക ആ വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി അയാളുടെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും? എന്നോടൊന്നും ചോദിക്കല്ലേ സാറേ. അമ്മേ, സാർ പ്ലീസ്. ആ, റഷീദ് സാർ, തനിക്ക് സുകുമാരൻ നായരെ അടുത്തറിയാമായിരുന്നോ? ഉവ്വ് സാർ, എന്നോട് വലിയ കാര്യമായിരുന്നു. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും എന്നെ നിർബന്ധിച്ചിവിടെ കൊണ്ടുവരും. അത്താഴം കഴിഞ്ഞ് വിടാറുള്ളൂ. എന്താ സാർ കാര്യം? അത് തങ്കേറ്, ഞാൻ പറയാം. ദേ, മോളുടെ അച്ഛൻ വന്നു. ആഹാ, മോളുക്കുട്ടി കളിക്കുക. മോൾക്ക് ടാറ്റ പോണോ? അച്ഛൻ കുളിച്ചിട്ട് നമുക്ക് അമ്മയും കൂട്ടി ടാറ്റ പോവാട്ടോ. മുത്തശ്ശൻ വന്നോ? അയ്യോ, അച്ഛൻ എപ്പോഴാ വന്നേ? 4 മണിയായി. അല്ല, അറിയിച്ചില്ല. എന്താ ബുദ്ധിമുട്ടായോ? അതല്ല, അറിയിച്ചിരുന്നെങ്കിൽ സ്റ്റേഷനിൽ വരായിരുന്നു. അതൊക്കെ ശല്യാവില്ലേ? പ്രത്യേകിച്ച് ഇവിടെ ഇത്രയും ജോലി തിരക്കുള്ളപ്പോ. ശരിക്കും വേദനിച്ചുട്ടോ? ആ, കണക്കായി പോയി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. നീയല്ലേ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അതെ. ഇങ്ങോട്ട് വരുമ്പോ എന്താ എന്നോട് പറഞ്ഞേ? എന്താ പറഞ്ഞേ? എല്ലാ തവണത്തെയും പോലെയല്ല, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാന്ന്. എന്നിട്ട് എന്താ ഉണ്ടായേ? വന്ന് കാല് കുത്തിയപ്പോ മുതൽ പ്രശ്നങ്ങളാ. ദാ ഇപ്പൊ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ മരണവും. ശരിക്കും പേടിയാവുന്ന എനിക്ക്. ഭദ്രന്റെ കൂടെ ഇറങ്ങി വന്നേ പിന്നെ എന്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ടല്ലോ. സങ്കടവും പരാതിയും പറയാൻ എനിക്ക് ഭദ്രന്റെ അച്ഛനല്ലേ ഉള്ളൂ. അതാ വിളിച്ചു വരുത്തിയ. എന്റെ മോള് വയലിൻ വായിക്കല്ലേ? അപ്പൊ എന്നെ ഉപദേശിച്ച് നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് മോൾ അച്ഛനെ വിളിച്ചു വരുത്തിയത്? അല്ല, പിന്നെ അത് അച്ഛൻ പറഞ്ഞു. എന്തു പറഞ്ഞു? ഈ പോത്തിനോട് വേദം ഓതാൻ നിക്കണ്ടാന്ന്. അത് മൂപ്പര് മനസ്സിലാക്കിയിട്ട് 10-15 വർഷം ചുക്ക് കാപ്പി ആയോ മോളെ? ആയേച്ച, ഒരു മിനിറ്റ്. അല്ല, അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ചെറിയൊരു പനിക്കോളേ. പിന്നെ മോളെ, ദിവസം ഓരോ മൃത്യുഞ്ജയ ഹോമം, പിന്നെ ശിവൻ ഒരു ധാര. ആപത്ത് കൂടെ ഉള്ളപ്പോ അതൊക്കെയുള്ളൂ രക്ഷ. പോവാ. തൃപ്തിയാലോ നിനക്ക്? ഇവിടോടി. അത്രേ ഉള്ളൂ. കുമാർജി ഇവിടെ?
ഞാൻ പ്രതീക്ഷിച്ചില്ല. സുധാകരൻ CI ഭദ്രൻ മകനാ. ഓ, താനിരിക്കെ. കാലശ്യായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. 12 വർഷം. ആ. എന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കാൻ ഞാനന്ന് വീട്ടിൽ വന്ന് ക്ഷണിച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ എല്ലാം ഈ രാഷ്ട്രീയ ഗുരു അന്ന് നിർദ്ദയം എന്നെ കൈയൊഴിഞ്ഞു. പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ച് ഒരു സ്റ്റഡി ക്ലാസ്സും തന്നു. എന്നിട്ട് താൻ നന്നായോ? മത്സരിച്ചു, ജയിച്ചു, MP ആയി. ഇപ്പോതാ മേലിൽ ഇനി തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് രാഷ്ട്രീയ വനവാസത്തിന് ഒരുങ്ങുന്നു. ജനങ്ങളെ സേവിക്കാൻ വേറെയും മാർഗങ്ങളുണ്ടല്ലോ കുമാർജി. എന്നു മുതലായി ബോധോദയം? സ്ഥാനമാനങ്ങൾ ഇല്ലാത്തവൻ വെറും പിണമാ തന്റെ ഈ പാർട്ടിയിൽ. ഒക്കെ മടുത്തു കുമാർജി. എവിടെ തിരിഞ്ഞാലും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ മഹാത്മജി പറഞ്ഞതാ ഈ പ്രസ്ഥാനം പിരിച്ചുവിടണമെന്ന്. ദേശീയത എന്ന വികാരത്തിന് മേൽ കെട്ടിപ്പൊക്കിയ ഈ സംഘടനയെ അധികാരത്തിന്റെ കൊമ്പും ചിഹ്നവും അണിയിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടിയാക്കിയപ്പോൾ തുടങ്ങി ഈ അപഭ്രംശം. ഓർക്കുന്നുണ്ടോ? സ്റ്റുഡൻസ് യൂണിയൻ പ്രവർത്തകരായി എന്നെ കാണാമെന്ന ഉമ്മനോടും ആൻഡ്രൂസിനോടും തന്നോടുമൊക്കെ ഞാനിത് പറഞ്ഞത്. അവരിൽ നിന്നെല്ലാം ഞാൻ അകന്നു കുമാർജി, അകലേണ്ടി വന്നു. ഉമ്മന് ഞാനിപ്പോ അപ്രിയ സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ശത്രുവാ. അധികാരത്തിന്റെ ഗണിതങ്ങളോ സമവാക്യങ്ങളോ അറിയാത്ത രാഷ്ട്രീയ നിരക്ഷരൻ. ഉമ്മൻ, അയാളെ ഞാൻ പണ്ടേ അളന്നതാ. ദേശഭക്തി മാതൃഭക്തി പോലെയാണ്. മുലപ്പാലിന് പകരം ഖബർപാല് കുടിച്ചു വളർന്നവനോ ഉണ്ടാവാൻ പാടാ. പിന്നെ തനിക്കൊരു ക്ലീൻ ഇമേജ് ഉണ്ട്. വളരെ പാടുപെട്ട് ശ്രദ്ധാപൂർവം ഉണ്ടാക്കിയെടുത്ത ഒരു വെടിപ്പ്. എന്താ അങ്ങനെ പറഞ്ഞത്? സുധാകര, നെഞ്ചത്ത് കൈവച്ച് തനിക്ക് പറയാമോ തന്റെ ഈ വെളുപ്പിൽ ദുരയുടെ കറ പുരണ്ടിട്ടില്ലെന്ന്? തന്റെ ഈ വിരക്തിയും മടുപ്പും ഒക്കെ ഒരു തരം കച്ചവടമല്ലെന്ന്? അല്ല. ആ, ഭദ്രൻ അല്ലേ? അതെ, ഞാൻ സുധാകരൻ. അറിയാം. ആ, ഞാൻ വന്നത് ഭദ്രനെ തനിച്ചൊന്ന് കാണാനാ. ഐ മസ്റ്റ് ടോക്ക് ടു യു പേഴ്സണലി. കുമാർജിയുടെ അതേ ജനുസ ഇയാൾ. വന്ന ഉടനെ ഇവിടെ ആകെ ഒന്ന് ഇളക്കി മറിച്ചു. പ്രതിഷ്ഠകൾ പലതും ആടിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ തന്നെ. ഒറ്റയാൾ പോരാട്ടങ്ങൾ ജയിച്ച ചരിത്രം ഇതുവരെയില്ല, പ്രത്യേകിച്ച് സർവീസ് ഉദ്യോഗസ്ഥരുടെ.